നമസ്കാരം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ കൗമാര പ്രായക്കാരായ കുട്ടികളിൽ വളർന്നു വരുന്ന അക്രമവാസനയും അതുപോലെ തന്നെ ആ ഒരു അക്രമവാസന മറ്റൊരാളുടെ ജീവനെടുക്കുന്ന അവസ്ഥ വരെ എത്തി നിൽക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. ഇതിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ്, വെബ് സീരീസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റാണ്. അതായത് നമ്മൾ പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൻ്റെ മെയിൻ കാരണം. അവരാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അതായത് നമ്മൾ കൊലപാതകങ്ങൾ, അടിപിടികൾ ഇതെല്ലാം അവർ സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇമ്പാക്റ്റായിട്ട് വരുന്നത്. പല ഗുണ്ടകളുമാണ് അവരുടെ ഹീറോസ്. ഒട്ടുമിക്ക ഗുണ്ടകളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർ ഏതെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ചേർന്നായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അമ്മാതിരി ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത് പാരൻസാണ്. പാരൻസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് നോ പറയാൻ അറിയത്തില്ല. അത് വലിയൊരു ഫാക്ടറാണ് ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തിന്. അവർക്ക് എന്തും വേണം, എന്തും അവർ വിചാരിച്ച് എന്തും വേണം. അവരൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നില്ല അത് കിട്ടാനായിട്ട്. അപ്പോൾ അവർക്കെല്ലാം ഈസി ആയിട്ടുണ്ട്. അപ്പോൾ എന്തവർ നേടണമെന്ന് ആഗ്രഹിക്കുന്നു അവർ ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനും ഇതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റത്തില്ല. മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെയാണല്ലോ. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ അറിയാം. അതായത് ഞാനൊരു 90s കിഡാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പോകുമ്പോഴും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഭയഭക്തി ബഹുമാനം എല്ലാം വരും. അവർ നമ്മളെ അടിക്കുന്നത് കൊണ്ടല്ല, അത് മറ്റൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഈയിടയ്ക്ക് ഞാനൊരു പോസ്റ്റ് കണ്ടു, വീണ്ടും വടിയെടുക്കേണ്ടി വരുമെന്ന്. വടിയെടുത്ത് നിയന്ത്രിക്കാൻ ഇനിയുള്ള കാലത്തൊന്നും പറ്റില്ല. ഇപ്പോൾ ജെൻ സിയും ജെൻ നെക്സ്റ്റൊക്കെ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. കുഞ്ഞുനാളിലെ അവരിലേക്ക് ഈ കാര്യങ്ങളെല്ലാം ഇൻഫ്ലിക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അവരെ നിയന്ത്രിക്കാനോ അവരെ എതിർക്കാനോ പോയി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ വലിയ റിബലായിട്ട് മാറും. അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് റെസ്ട്രിക്ഷൻസ് അവരെ അറിയാതെ നമുക്ക് വെക്കാം. അവരുടെ കുഞ്ഞുനാളിലെ ആ സംഭവങ്ങൾ അത് റെസ്ട്രിക്ഷൻ അല്ല, ഒരു ലക്ഷ്മണ രേഖയോ എന്തുവാണെന്നൊക്കെ നമുക്ക് പറയാം. അതായിരിക്കണം അത്. അപ്പോൾ കുട്ടികളെ കുഞ്ഞിനെ നർച്ചർ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് അവരെ നല്ലൊരു സിറ്റിസണായിട്ട് വളർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിവിടെ നല്ലൊരു സിറ്റിസണാക്കാൻ പോകുമ്പോൾ ആദ്യം പോകുന്ന റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ അവർക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരിക്കലും പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് മാറത്തേ ഉള്ളൂ. ഇനി 90s കിഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പലരും അഭിമാനിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കാനൊന്നുമില്ല. അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് ഈ 90s കിഡ്സിൻ ആണ്. ഈ 90s കിഡ്സ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തത് എന്താണ്, കറക്റ്റാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം 90s കിഡ്സ് കഴിഞ്ഞു വരുന്ന തലമുറയാണ് ഈ പ്രശ്നങ്ങൾ അത്രയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ 90s കിഡ്സിനും ഇതിൽ പങ്കുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുണ്ട്, നമ്മളെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സ്ലാം ബുക്കും അതുപോലെ തന്നെ ഓട്ടോഗ്രാഫും സ്ക്രാപ്പ് ബുക്കൊക്കെ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഇപ്പോൾ പലരും 10ാം ക്ലാസ് കഴിയുമ്പോൾ പോയി അടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടികളുണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഫോൺ തന്നെയാണ്. ഫോണുമായിട്ട് വീണ്ടും ആക്സസ് ഉണ്ട്. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ അന്നൊരു കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇനി നമുക്ക് കാണുമോ കാണാതിരിക്കാനോ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് പോകും. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് പേഷ്യൻസ് ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതും എല്ലാ പ്രവർത്തികളും അങ്ങനെ സോഷ്യൽ മീഡിയ മാത്രമൊന്നുമല്ല. നമ്മളെന്താ ന്യൂസ് ചാനലിൽ കാണുന്നത് എന്താ, വീട്ടും കുത്തും അക്രമവും, അച്ഛനെ കൊല്ലുന്ന മക്കളൊക്കെ അല്ലേ, അല്ലെങ്കിൽ അമ്മയെ കൊല്ലുന്ന മക്കളൊക്കെ അല്ലേ. ഇത് തന്നെയാണ് എല്ലാവരും കാണുന്നത്. പിന്നെ കഞ്ചാവ്, അത് വലിയൊരു പ്രശ്നമാണ്. എന്നാൽ പിന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും കഞ്ചാവൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്, ലീഗലൈസ് ചെയ്ത രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഈ പ്രശ്നങ്ങളുണ്ടോ നോക്കുന്നു. പക്ഷേ അവിടെ എന്ന് പറയുന്നത് കുഞ്ഞുനാളിലെ ഡൂസ് ആൻഡ് ഡോൺസും ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ 18 വയസ്സിന് മുമ്പ് എന്തൊക്കെ അക്സസിബിൾ ആവാത്ത സാധനങ്ങൾ അതൊന്നും അവിടെ അക്സസിബിൾ ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഒരു നിയമം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. കീപ് വാച്ചിങ് ക്രസ് കേരള.